ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ചാനൽ. അപ്പം റീസെൻ്റ്ലിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാനിടയായത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. മേ ബി ഹാർലി ആയിട്ടുള്ള കൊളാബറേഷനിലൊക്കെ കിട്ടിയ ടെക്നോളജിയൊക്കെ ചിലപ്പോൾ അപ്പം അവർക്ക് തോന്നിയ പോലെ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. ശരിക്കും ഹീറോ ഹാർലി ഡേവിഡ്സൺ പാർട്ട്ണർഷിപ്പിലാണോ ഈ ഒരു എക്സ്പൾസ് 210, അതുപോലെ തന്നെ കരിസ്മ 210, അതുപോലെ തന്നെ പുതിയ എക്സ്ട്രീം 250R തുടങ്ങിയ വാഹനങ്ങളൊക്കെ തന്നെ ഈ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഹീറോ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിലായിരുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. ശരിക്കും ഹീറോ ഹാർലി പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു വാഹനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നത് എന്നുള്ളതിലാണ്. സോ അതിൻ്റെ ഹീറോയുടെ ഒരു ചരിത്രം നമുക്ക് ആദ്യം തന്നെ എടുക്കാം. ഹീറോയുടെ ആദ്യത്തെ പാർട്ട്ണറിനെ പറ്റി സംസാരിക്കാം. അത് മറ്റാരും ആയിരുന്നില്ല, ഹീറോ ഹോണ്ട ആയിരുന്നു ഫസ്റ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. 2010 ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ആകുന്നത്. അതിനുശേഷം പിന്നീട് ഹീറോയും അതുപോലെ തന്നെ എറിക് ബ്യൂവൽ റേസിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതൊരു അമേരിക്കൻ കമ്പനിയായിരുന്നു. EBR എന്നാണ് ആ കമ്പനി അറിയപ്പെട്ടിരുന്നത്. ആ ഒരു കമ്പനിയുമായിട്ട് ചേർന്നിട്ടായിരുന്നു ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ കുറച്ച് മോട്ടോർ സൈക്കിൾസ് ഹീറോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് 650 കാറ്റഗറി, അതുപോലെ തന്നെ 300 കാറ്റഗറി, ഇതൊക്കെ ഇന്നത്തെ ഹോട്ട് സെയിലിംഗ് സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളാണ്. ഈ ഒരു സെഗ്മെൻറ്റിലേക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹീറോ എൻ്റർ ചെയ്യാനായിട്ടിരുന്നത്. അതിൽ ഹീറോ ഹസ്റ്റർ 650, അതുപോലെ തന്നെ HF 300R, പിന്നീട് ഒരു 250cc മോട്ടോർ സൈക്കിൾ, ഇതൊക്കെ ഹീറോ അന്ന് കൊണ്ടുവരാനായിട്ടിരുന്ന വാഹനങ്ങളായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി EBR എന്നുള്ള പറയുന്ന കമ്പനി ബാങ്ക്രപ്റ്റ് ആയി പോവുകയും അത് സീസ് ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി. ആ ഒരു വണ്ടിയുടെ അതിൽ EBRൻ്റെ ആ ഒരു സ്പോർട്സ് ബൈക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടായിരുന്നു അവരുടെ പഴയ കരിസ്മ, സെക്കൻഡ് ജനറേഷൻ കരിസ്മയൊക്കെ ഹീറോ ഡിസൈൻ ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ തന്നെ ക്യാൻസലായി പോയതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി അവർക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഹീറോയ്ക്ക് കാര്യമായ നാണക്കേടാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഈ ഒരു പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഹീറോയ്ക്ക് അവകാശപ്പെടാൻ വലിയ വാഹനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂട്ടർ കാറ്റഗറിയിലുള്ള വാഹനങ്ങളായിരുന്നു. ശരിക്കും അവർ ഈ ഒരു പെട്ടെന്ന് ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിലേക്ക് വാഹനങ്ങളുമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെങ്ങനെയാണ് ഇവരെ കൊണ്ട് ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറോയുടെ ഡെക്കാർ റാലിയിലേക്കുള്ളൊരു എൻട്രി ആയിരുന്നു. സോ 2017 ഹീറോ ഡെക്കാർ റാലിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പീഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ്. അവർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർ സ്പെസിഫിക്കലി ഈ ഡെക്കാർ റാലി മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ സ്പീഡ് ബ്രെയിൻ 450 റാലി എന്ന് പറയുന്നൊരു വാഹനം അത് കടമെടുത്തിട്ടാണ് ഹീറോ ഡെക്കാർ റാലിയിലേക്ക് എൻ്റർ ആവുന്നത്. സോ ഹീറോയ്ക്ക് ഈ ഡെക്കാർ റാലിയിൽ നല്ല റെക്കഗ്നിഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. നല്ല പോഡിയം വിൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അതിൽ ഇന്ത്യൻ റേസറായിട്ടുള്ള CS സന്തോഷ് ഹീറോയുടെ റേസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെയിമാണ് ഹീറോയുടെ 200 എക്സ്പൾസ് റാലിയിലൊക്കെ സിഗ്നേച്ചർ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതിൽ ഹീറോയുടെ മറ്റൊരു റേസർ മരണപ്പെടുകയൊക്കെ ഉണ്ടായി. ഈ ഒരു സ്പീഡ് ബ്രെയിൻ എന്ന് പറയുന്ന കമ്പനിയിലെ എൻജിനീയേഴ്സിനെയൊക്കെ അവർ അക്വയർ ചെയ്തു, ഹീറോയുടെ കമ്പനിയിലേക്ക് കുറച്ച് പേരെ. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഇവർ പിന്നീട് അവരുടെ പ്രൊഡക്ഷൻ മോട്ടോർ സൈക്കിൾസ് ആയിട്ടുള്ള 210cc, അതുപോലെ 250cc, കൂടാതെ തന്നെ ലേറ്റസ്റ്റ്ലി വരാനിരിക്കുന്ന 450cc വാഹനങ്ങൾ നിർമ്മിക്കുന്നത് ഇവരുടെയും കൂടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹീറോ ഈ ഒരു ലിക്വിഡ് കൂൾഡ് മോട്ടോർ സൈക്കിളുകളുടെ സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതൊരു ബിഗ് ജമ്പ് തന്നെയാണ്, ഒരു വലിയ ചാട്ടം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള ഹീറോയുടെ ആ ഒരു പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഹൈ പെർഫോമൻസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിളൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ റീസെൻ്റ്ലി വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ വളരെ ഹൈ പെർഫോമൻസ് ഉള്ള ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള DOHC വളരെ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എൻജിനുകളാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹീറോ ഈ ഒരു ലിക്വിഡ് കൂൾഡ് വാഹനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഇതിൽ ഹാർലി ഡേവിഡ്സന് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അവരെത്രത്തോളം ഇതിൽ പങ്കാളികളാകുന്നുണ്ട് എന്ന് വെച്ചാൽ
ഈ ലിക്വിഡ് കൂൾഡ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹാർലി ഡേവിഡ്സന് കാര്യമായിട്ടൊരു പങ്ക് അവകാശപ്പെടാനായിട്ടില്ല. അതേസമയം ഈ ഒരു 440 cc മാവറിക് 440, അതുപോലെ തന്നെ നമ്മുടെ X440 തുടങ്ങിയ വാഹനങ്ങളിലാണ് ഹാർലിക്കും അതുപോലെ തന്നെ ഹീറോയ്ക്കും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉള്ളത്. അത് ആദ്യം പറയുകയാണെങ്കിൽ ഹീറോ മാവറിക് എന്ന് പറയുന്ന വാഹനം ഓൾറെഡി അണ്ടർ കൺസ്ട്രക്ഷനിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും ഹാർലി ഡേവിഡ്സൺ ഈ ഒരു പാർട്ട്ണർഷിപ്പുമായി അതിലേക്ക് വരുന്നത്. സോ അതിനുശേഷം ഹാർലിയും ഹീറോയും കൂടെ ചേർന്നിട്ട് X440 നിർമ്മിക്കുന്നു. ആൻഡ് X440 പിന്നീട് എന്താ പറയുക, ഇന്ത്യയിൽ ആദ്യം ലോഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയ്ക്ക് ആ ഒരു ഹാർലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ അത് വലിയൊരു കാര്യമാണ്. അപ്പം അത് ഹീറോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഹാർലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹീറോയും ഹാർലിയും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മോർ ലൈക്ക് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ് ഇവർ തമ്മിലുള്ളൊരു പാർട്ട്ണർഷിപ്പ്. ഈ ഹാർലി ഡേവിഡ്സൻ്റെ X440 എന്ന് പറയുന്ന വാഹനം ഇന്ത്യയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റായിട്ടൊന്നും ഹാർലി കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും പുതിയ ഹാർലി ഡേവിഡ്സൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വേറെയും വാഹനങ്ങളൊക്കെ വരാനായിട്ടൊക്കെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓവറോളായിട്ടുള്ളൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ലിക്വിഡ് കൂൾഡായിട്ടുള്ള ഹീറോയുടെ വാഹനങ്ങളുമായിട്ട് ഹാർലി ഡേവിഡ്സന് കാര്യമായ ഇൻവോൾവ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. പകരം X440 അല്ലെങ്കിൽ 440 കാറ്റഗറിയിലുള്ള ആ ഒരു മെഷീനുമായിട്ടാണ് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് വരുന്നത്. ബാക്കിയൊക്കെ തന്നെ ഹീറോ തന്നെയാണ് അവരുടെ പ്ലാന്റിൽ തന്നെ ഡെവലപ്പ് ചെയ്ത, അവരുടെ എഞ്ചിനീയേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്ത എഞ്ചിനുകളാണ് ഈ നമ്മുടെ ഇപ്പം നിലവിലുള്ള എക്സ്പൾസിലും അതിൻ്റെ കരിസ്മ തുടങ്ങിയ വാഹനങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുക. സോ ഇതാണ് എനിക്ക് കൂടുതൽ ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും തെറ്റോ തിരുത്തലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.